ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ബയോളജിയിൽ നിന്നുള്ള 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് കാണാത്ത പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വർഗീകരണം എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള 6ാമത്തെയും അവസാനത്തെയും ബയോളജിയിലെ അവസാനത്തെയും ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് വർഗീകരണം എന്ന് പറഞ്ഞാൽ, ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന രീതിയാണ് വർഗീകരണം എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് 3 ഡൊമൈൻ വർഗീകരണം, ജന്തുക്കളുടെ വർഗീകരണം, സസ്യങ്ങളുടെ വർഗീകരണം, പുതിയതായി കണ്ടെത്തുന്ന ജീവികളുടെ വർഗീകരണം, പരിണാമവൃക്ഷം, DNA ബാർകോഡിംഗ് എന്നിവയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അതാണ് കാൾ ലിനേയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. കാൾ ലിനേയസ്. അതുകൊണ്ട് തന്നെ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ കാൾ ലിനേയസ് ആണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. ഇനി ആർക്കി ബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളിൽ നിന്നും കോശഭിത്തി, കോശസ്തരം എന്നിവയിലും പ്രോട്ടീൻ നിർമ്മാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മറ്റ് ബാക്ടീരിയകളിൽ നിന്ന് കോശഭിത്തി, കോശസ്തരം എന്നിവയിലും പ്രോട്ടീൻ നിർമ്മാണത്തിലും വ്യത്യാസമുള്ള ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയയാണ് ഏത്? ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്കി ബാക്ടീരിയ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുമോ? ഇത് ഒരു കുട്ടിയുടെ സംശയമാണ്. എന്താണ്? ആർക്കി ബാക്ടീരിയ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്നതാണോ? അപ്പോൾ ഇത്തരം സംശയങ്ങളിൽ നിന്നാണ് വർഗീകരണ രീതികൾ ഉരുത്തിരിഞ്ഞതും പുതുക്കപ്പെട്ടതും. അപ്പോൾ ആ കുട്ടിയുടെ ആ സംശയം, അപ്പോൾ ഇതേപോലുള്ള ഓരോ സംശയങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തത്? വർഗീകരണ രീതികൾ ഉരുത്തിരിയുന്നതും അത് പുതുക്കപ്പെടുന്നതും. ഇനി ജീവികളെ തിരിച്ചറിയുന്നതും അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതും വർഗീകരണ രീതികളിൽ കൂട്ടിച്ചേർക്കലുകളും പുതുക്കലുകളും വരുത്തുന്നു. അപ്പോൾ ഈ വർഗീകരണ രീതികളിൽ കൂട്ടിച്ചേർക്കലുകളും പുതുക്കലുകളും വരുന്നത് എപ്പോഴാണ്? ജീവികളെ തിരിച്ചറിയുന്നതും അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതും വർഗീകരണ രീതികളിൽ കൂട്ടിച്ചേർക്കലുകളും പുതുക്കലുകളും വരുത്തുന്നു എന്നാണ് പറയുന്നത്. ഇനി 5 കിങ്ഡം വർഗീകരണ രീതി. ആരാണ് ഈ 5 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നത്? റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. റോബർട്ട് എച്ച് വിറ്റാക്കർ. അദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നത്? 5 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റാക്കർ. അപ്പോൾ ഈ 5 കിങ്ഡം വർഗീകരണ രീതിയും പുതുക്കലിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ 5 കിങ്ഡം വർഗീകരണ രീതിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇതും എന്ത് ചെയ്തു? പുതുക്കലിന് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് 3 ഡൊമൈൻ വർഗീകരണം. 3 ഡൊമൈൻ വർഗീകരണം അതിനെക്കുറിച്ചാണ് പറയുന്നത്. 3 ഡൊമൈൻ വർഗീകരണം എന്ന ആശയം കൊണ്ടുവന്നത് കാൾ വൗസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കാൾ ലിനേയസ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് കാൾ ലിനേയസ്. ഇവിടെ നമ്മൾ പറഞ്ഞു 3 ഡൊമൈൻ വർഗീകരണം കൊണ്ടുവന്നത് കാൾ വൗസ് ആണ്.
1928 മുതൽ 2012 വരെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. 1928 മുതൽ 2012 വരെ. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? കിങ്ഡം മുനീറയിൽ ഉൾപ്പെട്ടിരുന്ന ജീവികളെ കൂടുതൽ അറിയാൻ ശ്രമിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഈ 5 കിങ്ഡം ഈ കിങ്ഡത്തിൽ 5 കിങ്ഡം ഉണ്ട്. ഈ 5 കിങ്ഡത്തിൽ മുനീറയിൽ ഉൾപ്പെട്ട ജീവികളെ അദ്ദേഹം കൂടുതൽ അറിയാൻ ശ്രമിച്ചു. ശാസ്ത്രീയ നിരീക്ഷണത്തിലൂടെ മുനീറയിൽ ഉൾപ്പെട്ട ചില സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ മുനീറയിൽ ഉൾപ്പെട്ട ചില ജീവികൾ എന്താണ്? ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇവയുടെ ഘടനയിലെ വ്യത്യാസങ്ങളും ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള വ്യത്യസ്ത അനുകൂലനങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ അങ്ങനെ ഇത്തരം ജീവികളിലെ ജനിതക വസ്തുക്കൾ ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? കിങ്ഡം മൊനീറയെ ഈ കാൾ ബൗസ് 2ആയിട്ട് വിഭജിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്? ബാക്ടീരിയ എന്നും ആർക്കിയ എന്നും കിങ്ഡം മൊനീറയെ 2ആയി വിഭജിച്ചത് ആരാണ്? അത് കാൾ വൗസാണ്. ഈ 2 കിങ്ഡങ്ങൾ അപ്പോൾ ഈ കിങ്ഡം മൊനീറയെ വിഭജിച്ച് അദ്ദേഹം 2ആക്കി ബാക്ടീരിയ, ആർക്കിയ എന്നീ 2 കിങ്ഡങ്ങളാക്കുകയും കിങ്ഡത്തിന് മുകളിലായി ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ കിങ്ഡത്തിന് ഏറ്റവും മുകളിലായി അദ്ദേഹം ഉൾപ്പെടുത്തിയ വർഗീകരണ തലം ഏതാണ്? ഡൊമൈൻ എന്ന് പറയുന്ന വർഗീകരണ തലം. അപ്പോൾ അതുവരെ കിങ്ഡം ആയിരുന്നു ഏറ്റവും മുകളിൽ ആയിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ മൊനീറയെ വിഭജിച്ച് ബാക്ടീരിയയും ആർക്കിയയും ആക്കിയതോടുകൂടി കിങ്ഡത്തിന് മുകളിലായിട്ട് എന്ത് ചെയ്തു? ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടി ഉൾപ്പെടുത്തി. 6 കിങ്ഡങ്ങളിലും ഉൾപ്പെടുന്ന ജീവികളെ 3 ഡൊമൈനുകളിലാക്കി ക്രമീകരിച്ചത് ഈ കാൾ ബൗസാണ്. അപ്പോൾ 6 കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവികളെ 3 ഡൊമൈനുകളിലാക്കി ക്രമീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? കാൾ ബൗസാണ്. എന്നിട്ട് അദ്ദേഹം ഇവയ്ക്ക് പേരുകളും നൽകി. എന്തൊക്കെയാണ്? ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ യൂക്യാരിയ എന്നിങ്ങനെ ഈ 3 കിങ്ഡത്തിന് പേരും നൽകുകയുണ്ടായി. അപ്പോൾ ഇതാണ് കാൾ ബൗസിൻ്റെ 3 കിങ്ഡം ഡൊമൈൻ വർഗീകരണം എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡൊമൈൻ വർഗീകരണം കൊണ്ടുവന്നത് ആരാണ്? കാൾ ബൗസാണ്. അദ്ദേഹം ഏത് കിങ്ഡത്തെയാണ് വിഭജിച്ചത്? മൊനീറ എന്ന കിങ്ഡത്തെ അദ്ദേഹം 2ആയി വിഭജിച്ചു. അതെന്തൊക്കെയാക്കി മാറ്റി? ബാക്ടീരിയ, ആർക്കിയ എന്നീ 2 വിഭാഗങ്ങൾ 2 കിങ്ഡങ്ങളാക്കുകയും ഈ കിങ്ഡത്തിന് മുകളിൽ ഏത് കൂട്ടിച്ചേർത്തു? ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് അദ്ദേഹം അത് 3നും പേര് നൽകി എങ്ങനെയാണ്? എന്നിട്ട് ഈ 6 കിങ്ഡത്തെ അദ്ദേഹം 3 കിങ്ഡമായിട്ട് മാറ്റി. അതിന് എന്തൊക്കെ പേര് നൽകി? ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ യൂക്യാരിയ എന്നിങ്ങനെ പേര് നൽകുകയും ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് ഈ 6 കിങ്ഡം ബാക്ടീരിയയെക്കുറിച്ച് 6 കിങ്ഡം എന്താണ്? ഈ 6 കിങ്ഡം ഏതൊക്കെയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ബാക്ടീരിയ. ഇത് കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ളത്. ഇത് ആർക്കിയ. ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആർക്കിയ. ഇനി അടുത്തത് ഏതാണ്? പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ. അടുത്തത് കിങ്ഡം ഫംജൈ ആണ്. അത് കുമിളുകൾ പോലിരിക്കും, കുട പോലിരിക്കുന്ന കുമിളുകൾ ആണ് ഫംജൈ. ഇനി പ്ലാന്റ്, സസ്യങ്ങളാണ്. കിങ്ഡം പ്ലാന്റ് ആണ്. അടുത്ത 5ാമത്തെ കിങ്ഡം. അതുപോലെ 6ാമത്തേത് അനിമേലിയയിലാണ്. പക്ഷികൾ, മൃഗാദികൾ, ജാലങ്ങളൊക്കെ വരുന്നത് ഈ കിങ്ഡം അനിമേലിയയിലാണ്. അപ്പോൾ ഇതാണ് ഈ 6 തരം വർഗീകരണ കിങ്ഡം എന്ന് പറയുന്നത്. 6 കിങ്ഡം വർഗീകരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ്. ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റ്, അനിമേലിയ എന്നിവയാണ് 6 കിങ്ഡം വർഗീകരണം. ഇനി ഈ 6 കിങ്ഡം വർഗീകരണത്തെ അദ്ദേഹം 3 കിങ്ഡം ഡൊമൈനാക്കി മാറ്റിയെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ഡൊമൈനാക്കിയത്. ഈ 6 കിങ്ഡത്തെ അദ്ദേഹം എന്ത് ചെയ്തു? 3 ഡൊമൈനാക്കി മാറ്റി. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ബാക്ടീരിയ, അതായത് ഈ ബാക്ടീരിയ തന്നെയാണ്. ബാക്ടീരിയ ഡൊമൈൻ ബാക്ടീരിയ. ഇനി 2ാമത്തത് ആർക്കിയ, അത് ഡൊമൈൻ ആർക്കിയാക്കി. ഇനി ഈ 4 ഏതൊക്കെയാണ്? പ്രോട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റ്, അനിമേലിയ. ഇവ എല്ലാത്തിനെയും കൂടിച്ചേർത്ത് അദ്ദേഹം എന്താക്കി മാറ്റി? യൂക്യാരിയ ഡൊമൈനാക്കി മാറ്റി. അപ്പോൾ ഇതാണ് ഡൊമൈൻ യൂക്യാരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 കിങ്ഡം, 6 കിങ്ഡത്തെ 3 കിങ്ഡം 3 ഡൊമൈനായിട്ട് വർഗീകരിച്ചത് ഇങ്ങനെയാണ്.
ഇനി നമ്മൾ പറയുന്നത് വർഗീകരണ ശാസ്ത്രത്തിൽ കാൾ വൗസിൻ്റെ സംഭാവന എന്താണ്? കാൾ വൗസ് സംഭാവന ചെയ്തത് 3 ഡൊമൈൻ വർഗീകരണമാണ്. കിങ്ഡം മൊനീറയെ, ആർക്കിയ, ബാക്ടീരിയ എന്നീ വ്യത്യസ്ത കിങ്ഡങ്ങളാക്കിയത് എന്താണ്? അതിലൂടെയാണ് അദ്ദേഹം വർഗീകരണം ഈ വർഗീകരണത്തിലൂടെ പുതിയ ബാക്ടീരിയ ആർക്കിയൊക്കെ അദ്ദേഹം കണ്ടെത്തിയത്. ഇനി ഡൊമൈനുകളും അവയിൽ ഉൾപ്പെടുന്ന കിങ്ഡങ്ങളും നമ്മൾ പറഞ്ഞു. ഡൊമൈനുകൾ എന്ന് പറയുന്ന 3 എണ്ണമുണ്ട്. അതിൽ ഉൾപ്പെടുന്ന കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? അതും നമ്മൾ പറഞ്ഞു. ഏതാണ്? ആർക്കിയ, ബാക്ടീരിയ, അതുപോലെ യൂക്കാരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇവ ഓരോന്നിനെക്കുറിച്ചും കുറച്ചുകൂടി വിശദമായിട്ടാണ് പറയുന്നത്. ബാക്ടീരിയ, ആർക്കിയ, അതുപോലെ അനിമേലിയ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ, ഈ ഓരോ കിങ്ഡങ്ങളും അവയുടെ സവിശേഷതകളുമാണ് പറയുന്നത്. ഇനി കിങ്ഡം ബാക്ടീരിയ, ഒന്നാമത്തേത് കിങ്ഡം ബാക്ടീരിയ. അതിൻ്റെ പ്രത്യേകത ഇത് പ്രോകാരിയോട്ടുകളാണ്. അപ്പോൾ കിങ്ഡം ബാക്ടീരിയ എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. ഇനി ആർക്കിയ എന്ന് പറയുന്നതും ആർക്കിയയും പ്രോക്യാരിയോട്ടുകളാണ്. അപ്പോൾ ബാക്ടീരിയയിൽ പ്രോക്യാരിയോട്ടുകളാണ് ബാക്ടീരിയകൾ. ഇനി ഇതിൻ്റെ കോശഭിത്തിയുടെ പ്രത്യേകത എന്താണ്? ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഘടകമാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ അടങ്ങിയിരിക്കുന്നത് ബാക്ടീരിയയുടെ കോശഭിത്തിയിലാണ്. മണ്ണ്, ജലം, മറ്റ് ജീവികൾ തുടങ്ങി എല്ലായിടത്തും എന്ത് കാണപ്പെടുന്നു? ബാക്ടീരിയ കാണപ്പെടുന്നു. അപ്പം മണ്ണ്, ജലം, മറ്റ് ജീവിവർഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുന്നത് എന്താണ്? ഈ ബാക്ടീരിയ കാണപ്പെടുന്നുണ്ട്. ഇനി ബാക്ടീരിയയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? റൈസോബിയം, വിബ്രിയോ കോളറെ എന്നിവ ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടുകളാണ്. ഇതിൻ്റെ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ അടങ്ങിയിരിക്കുന്നു. മണ്ണ്, ജലം, മറ്റ് ജീവികൾ തുടങ്ങി എല്ലായിടത്തും ഇത് കാണപ്പെടുന്നു. ബാക്ടീരിയയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? റൈസോബിയം, വിബ്രിയോ കോളറെ എന്നിവയാണ്. ഇനി ആർക്കിയയിലോട്ട് വന്നാൽ എന്താണ്? ആർക്കിയ എന്ന് പറയുന്നതും പ്രോക്യാരിയോട്ടുകളാണ്. ഇതിൻ്റെ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല. അതാണ് പ്രത്യേകത. അപ്പോൾ ആർക്കിയയിൽ എന്തില്ല? പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് ഇല്ല. ചൂട്, നീരുറവകൾ, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിൽ കാണപ്പെടുന്നു. അപ്പോൾ ആർക്കിയ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ചൂട്, നീരുറവകൾ, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിലാണ് ആർക്കിയ കാണപ്പെടുന്നത്. ആർക്കിയ ബാക്ടീരിയകൾ കാണപ്പെടുന്നത്. ഇനി ഇതിന് ഉദാഹരണം ചോദിച്ചാൽ തെർമോകോക്കസ് ഒരു ആർക്കിയ ബാക്ടീരിയയാണ്. അതുപോലെ ഹാലോ ബാക്ടീരിയം ഇവയും ആർക്കിയ ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആർക്കിയ ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? തെർമോകോക്കസും ഹാലോ ബാക്ടീരിയയും. നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ എന്ത് ചെയ്യണം? ഹലോ പറയണം. അപ്പോൾ ഹാലോ ബാക്ടീരിയ, ആർക്കെങ്കിലുമൊക്കെ ഹലോ പറയുക. ആർക്കെങ്കിലും ഹലോ പറയുക എന്നതിൽ നിന്ന് എന്തുണ്ട്? ആർക്കിയ എന്നത് ഹാലോ ബാക്ടീരിയയാണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നുകൂടി പറയാം. ആർക്കിയ എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. ഇതിൻ്റെ കോശഭിത്തിയിൽ എന്തില്ല? പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല. ചൂട്, നീരുറവകൾ, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിലാണ് ആർക്കിയ ബാക്ടീരിയ കാണപ്പെടുന്നത്. ഇതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു. തെർമോകോക്കസും അതുപോലെ ഹാലോ ബാക്ടീരിയയും ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് അനിമേലിയെക്കുറിച്ചാണ്. കിങ്ഡം അനിമേലിയ. ഈ അനിമേലിയയുടെ പ്രത്യേകത എന്താണ്? അനിമേലിയ എന്ന് പറയുന്നത് ഇവിടെ ബാക്ടീരിയയും ആർക്കിയയും ഒക്കെ പ്രോക്യാരിയോട്ടുകളാണ്. പക്ഷേ അനിമേലിയ യൂക്യാരിയോട്ടാണ് അനിമേലിയ. യൂക്യാരിയോട്ടുകളാണ്. അതുപോലെ കൊളാജൻ അടങ്ങിയ കോശഭിത്തി ഇല്ലാത്ത കോശങ്ങളാണ് അനിമേലിയ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ കൊളാജൻ അടങ്ങിയിട്ടുണ്ട്, പക്ഷേ കോശഭിത്തി ഇല്ലാത്ത കോശങ്ങളാണ് ഇവിടെയുള്ളത്, കിങ്ഡം അനിമേലിയയിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശജീവികളാണ് അനിമേലിയ എന്ന് പറയുന്നത്. അപ്പോൾ പരപോഷികളാണ്, അതുപോലെ തന്നെ സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശജീവികളാണ് കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ
ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കോശങ്ങൾ ന്യൂക്ലിയസും മറ്റ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലുകളും അടങ്ങിയവയാണ്. അപ്പോൾ ഇതിൻ്റെ കോശങ്ങൾ ന്യൂക്ലിയസും മറ്റ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലുകളും അടങ്ങിയവയാണ്. അപ്പോൾ ധാരാളം കോശങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ബഹുകോശ ജീവികളാണ്, പരപോഷികളാണ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ അനിമയിലേക്ക് ഉദാഹരണം ഏതാണ്? ജന്തുക്കൾ. അനിമയിലേക്ക് ഉദാഹരണം ആരാണ്? ജന്തുക്കളാണ്. ജന്തുക്കൾ അനിമയിലേക്ക് ഉദാഹരണമാണ്. ഇനി അതുപോലെ നമ്മൾ അടുത്തതിലേക്ക് വരുന്നത് പ്രോട്ടിസ്റ്റയാണ്. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഏതാണ്? യൂക്യാരിയോട്ടുകളാണ്. പ്രോട്ടിസ്റ്റ ഏതാണ്? യൂക്യാരിയോട്ടുകളാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂക്യാരിയോട്ടുകളാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് ഇവ. അപ്പോൾ ഇവയുടെ പ്രത്യേകത എന്താണ്? ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ യൂക്യാരിയോട്ടുകളാണ്, അതുപോലെ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ആരാണ്? അമീബ ഏതിനുദാഹരണമാണ്? നമ്മുടെ ഈ പ്രോട്ടിസ്റ്റയ്ക്ക് ഉദാഹരണം അമീബ. ഇനി അടുത്ത് വരുന്നതാണ് പ്ലാന്റേ കിങ്ഡം എന്ന് പറയുന്നത്. പ്ലാന്റേ കിങ്ഡവും എന്താണ്? യൂക്യാരിയോട്ടുകളാണ്. കോശങ്ങളുടെ ഭിത്തി എന്ന് പറയുന്നത് സെല്ലുലാർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ സെല്ലുലാർ കൊണ്ട് നിർമ്മിതമായ കോശഭിത്തിയുള്ളവയാണ് കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്നത്. ഇവയും എന്താണ്? യൂക്യാരിയോട്ടുകളാണ്. കിങ്ഡം പ്ലാന്റേ യൂക്യാരിയോട്ടുകളാണ്. ഇവയുടെ കോശങ്ങൾ എങ്ങനെയാണ്? കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലാർ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവ സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികളാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്? സ്വപോഷികളാണ്, പക്ഷേ ഇതിനെന്തില്ല? സഞ്ചാരശേഷി ഇല്ലാത്ത ബഹുകോശ ജീവികളാണ്. ആരെന്ന് പറയുന്നത്? പ്ലാന്റേ എന്ന് പറയുന്നത് പ്ലാന്റേ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പ്ലാന്റേ കിങ്ഡം എന്ന് പറഞ്ഞാൽ യൂക്യാരിയോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ കോശഭിത്തി സെല്ലുലാർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സഞ്ചാര ശേഷി ഇല്ലാത്തവയാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. അത് പക്ഷേ സ്വപോഷികളാണ്, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവയാണ് ആര്? പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഉദാഹരണം ഏതാണ്? സസ്യങ്ങളാണ്. സസ്യങ്ങൾ എന്തിനുദാഹരണമാണ്? പ്ലാന്റേക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളാണ്. അടുത്ത് നമ്മൾ പറയുന്നത് കിങ്ഡം ഫഞ്ചൈ ആണ്. കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവയും എന്താണ്? കിങ്ഡം ഫഞ്ചൈയും യൂക്യാരിയോട്ടുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫഞ്ചൈ എന്ന് പറയുന്നത് എന്താണ്? യൂക്യാരിയോട്ടുകളാണ് എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ കോശഭിത്തി സങ്കീർണമായ ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കിറ്റിൻ എന്ന പദാർത്ഥം അടങ്ങിയ കോശഭിത്തി കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഫഞ്ചൈയുടെ പ്രത്യേകത എന്താണ്? കിറ്റിൻ എന്ന കോശഭിത്തി കൊണ്ട് നിർമ്മിച്ചതാണ്. അത് കോശഭിത്തി കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതാണ് കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്നത്. ഇനി ഈ ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏകകോശ ജീവികളുമുണ്ട്, ബഹുകോശ ജീവികളുമുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ജീവികളാണ് ഏതെന്ന് പറയുന്നത്? ഫഞ്ചൈ എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ചരിക്കാൻ കഴിവില്ല അങ്ങനെയുള്ള ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉൾപ്പെട്ടതാണ് കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? കുമിളുകൾ ഏതിനുദാഹരണമാണ്? കുമിളുകൾ ഏതാണ്? ഫഞ്ചൈക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കിങ്ഡങ്ങളും അതിൻ്റെ സവിശേഷതകളും എന്ന് പറയുന്നത്. ഈ 6 കിങ്ഡവും നമ്മൾ പറഞ്ഞു, അതിൻ്റെ സവിശേഷതകളും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ജന്തുക്കളുടെ വർഗീകരണത്തെക്കുറിച്ചാണ്. ശരീരഘടന, ശരീര അറ, ബീജപാളികൾ, ശരീര സമമിതി എന്നിവയെ അടിസ്ഥാനമാക്കി ജന്തുക്കളെ വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ജന്തുക്കളെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജന്തുക്കളെ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ശരീരഘടന, അതുപോലെ ശരീര അറ, ബീജപാളികൾ,
അതുപോലെ ശരീര സമമിതി എന്നിവയെ അടിസ്ഥാനമാക്കി ജന്തുക്കളെ എന്ത് ചെയ്തിരിക്കുന്നു? വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചില ജന്തുക്കളുടെ വർഗീകരണ തലങ്ങളിൽ ഫൈലത്തിനും ക്ലാസിനുമിടയിൽ സബ് ഫൈലം, ഡിവിഷൻ, സൂപ്പർ ക്ലാസ് എന്നീ ഉപവിഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ചില ജന്തുക്കളുടെ വർഗീകരണ തലത്തിൽ എന്തൊക്കെയുണ്ട്? ഫൈലത്തിനും ക്ലാസിനുമിടയിൽ സബ് ഫൈലം, ഡിവിഷൻ, സൂപ്പർ ക്ലാസ് എന്നീ ഉപവിഭാഗങ്ങൾ കൂടിയുണ്ട്. ഇവിടെ കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന ജീവികളെ വിവിധ ഫൈലങ്ങളായി തരം തിരിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന ഫൈലങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? പോറിഫെറ, നിഡേറിയ അല്ലെങ്കിൽ സീലൻഡറേറ്റ, അതുപോലെ ഏതാണ്? പ്ലാറ്റി ഹെൽമിന്തസ്, നിമറ്റോഡ എന്നിവ കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന ഫൈലങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ പോറിഫെറ എന്ന് പറഞ്ഞാൽ? ശരീരത്തിലാകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികളാണ് പോറിഫോറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന ഫൈലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത് ഏതാണ്? ഈ കാണുന്ന പോറിഫെറയാണ്. പോറിഫെറ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ്? ശരീരത്തിലാകമാനം ഇത് കണ്ടോ, സൂക്ഷ്മ സുഷിരങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികളാണ് ഈ പോറിഫെറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജലജീവികളാണ്. ഇതിന് ഉദാഹരണം സ്പോഞ്ചുകളാണ് നമ്മുടെ ഈ പോറിഫെറയ്ക്ക് ഉദാഹരണമാണ് സ്പോഞ്ചുകൾ. ഇത് കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന ഫൈലമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് നിഡേറിയ അഥവാ സീലൻഡറേറ്റയാണ്. സീലൻഡറേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്താണ് പ്രത്യേകത? നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളുകളുള്ള ജലജീവികളാണ് നിഡേറിയ എന്ന് പറയുന്നത്. അപ്പം നിഡേറിയയുടെ പ്രത്യേകത എന്താണ്? ഇതിന് നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളുകളുള്ള ജലജീവികളാണിത്. നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളുകളുള്ള ജലജീവികളാണ് ഏത്? നമ്മുടെ നിഡേറിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഹൈഡ്ര, അതുപോലെ ജെല്ലി ഫിഷ്, കടൽ പൂവ്, ഇതൊക്കെ ഏതാണ്? ഇതിന് ഉദാഹരണമാണ്. ഹൈഡ്ര വരുന്നു, ജെല്ലി ഫിഷ്, കടൽ പൂവ്, ഇതൊക്കെ നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളുകളുള്ള ജലജീവികളാണ്. ഇതിൻ്റെ ഉദാഹരണം ഏതാണ്? സീലൻഡറേറ്റ അഥവാ നിഡേറിയ. ചോദിച്ചാൽ ഏതാണ്? കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന ഫൈലമാണ്. അടുത്ത ഫൈലമാണ് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത്. എന്താണ് ഈ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ പ്രത്യേകത? ചെറുതും മൃദുവായതും പരന്ന ശരീരമുള്ളതുമായ ഒരുതരം വിരകളാണ് ഏത്? പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഉദാഹരണം പ്ലനേറിയ, നാടവിര, ഫ്ലൂക്ക് എന്നിവ ഇതിനുദാഹരണമാണ്. അപ്പോൾ എന്താണ്? ചെറുതും മൃദുവായതും പരന്ന ശരീരമുള്ളതുമായ വിരകളാണ് പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസിന് ഉദാഹരണം ആരൊക്കെയാണ്? പ്ലനേറിയ, നാടവിര, ഫ്ലൂക്ക് എന്നിവ പ്ലാറ്റി ഹെൽമിന്തസിന് ഉദാഹരണമാണ്. അടുത്ത് വരുന്ന ഫൈലമാണ് നിമറ്റോഡ എന്ന് പറയുന്നത്. അപ്പോൾ നിമറ്റോഡ പ്രത്യേകത എന്താണ്? നീണ്ടു ഉരുണ്ട ശരീരമുള്ള വിരകളാണ്. ഈ പാമ്പിനെ പോലെ നീണ്ടു ഉരുണ്ട ശരീരമുള്ള വിരകളാണ് നിമറ്റോഡ എന്ന് പറയുന്നത്. നിമറ്റോഡ ഇതിൻ്റെ ഉദാഹരണം ചോദിച്ചാൽ ഉരുണ്ട വിര, കൊക്കോ പുഴു, കൃമി, ഇതൊക്കെ ഈ നിമറ്റോഡയ്ക്ക് ഉദാഹരണമാണ്. ഉരുണ്ട വിരകൾ വരും, കൊക്കോ പുഴു, അതുപോലെ കൃമി എന്നിവ എന്തിനുദാഹരണമാണ്? നമ്മുടെ നിമറ്റോഡയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതാണ് ജന്തുക്കളുടെ അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയയിലെ ഫൈലത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അനലിഡ, അതുപോലെ ആർത്രോപോഡ. അതിൽ അനലിഡ എന്താണെന്ന് നോക്കാം. അനലിഡ എന്ന് പറഞ്ഞാൽ ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളെയാണ് നമ്മൾ അനലിഡ എന്ന് പറയുന്നത്. അപ്പം അനലിഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികൾ ഇതേപോലെ ഇരിക്കും. ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ഉദാഹരണമാണെങ്കിൽ മണ്ണിര, കുളയട്ട, ഇതൊക്കെ എന്തിനുദാഹരണമാണ്? നമ്മുടെ ഏതിനുദാഹരണമാണ്? ഈ അനലിഡയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത് വരുന്നത് ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകൾ ഉള്ള ജീവികളാണ്
ഇതിന് ബാഹ്യ അസ്ഥികൂടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ചെറുഭാഗങ്ങൾ കൂടി ചേർന്ന കാലുകളുള്ള ജീവികൾ. അപ്പോൾ ഇതിനെന്തുണ്ട്? ബാഹ്യ അസ്ഥികൂടമുണ്ട്. അതിനുദാഹരണമാണെങ്കിൽ കൊഞ്ച്, പാറ്റ, ഞണ്ട് ഇതൊക്കെ ഈ ആർത്രോപോഡയ്ക്ക് ഉദാഹരണമാണ്. ആർത്രോപോഡയിൽ വരുന്നതാണ് കൊഞ്ച്, ഞണ്ട്, പാറ്റ മുതലായവ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ചെറുഭാഗങ്ങൾ കൂടി ചേർന്ന കാലുകളുള്ള ജീവികൾ. ഇതിന് ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികളാണ് ആർത്രോപോഡ. ഇനി കണ്ണങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെയാണ്? മണ്ണിരയും കുളയട്ടയും. ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആന്നലിഡ വിഭാഗത്തിൽപ്പെടുന്നു. അടുത്ത് വരുന്നത് മൊളസ്ക ആണ്. എന്താണ് മൊളസ്ക? മൃദുശരീരം ഭൂരിഭാഗം ജീവികളിലും ശരീരത്തെ പൊതിഞ്ഞ് കാൽസ്യം കാർബണേറ്റ് കവചം ഉള്ള ജീവികളാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ മൊളസ്കയിൽ വരുന്നത്. അപ്പം മൊളസ്ക എന്ന് പറഞ്ഞാൽ മൃദു ശരീരമാണ്. പക്ഷേ എന്താണ്? ഭൂരിഭാഗം ജീവികളിലും ശരീരത്തെ പൊതിഞ്ഞ് എന്തുണ്ട്? കാൽസ്യം കാർബണേറ്റ് കവചമുണ്ട്. അപ്പോൾ ഇതിന് ഉദാഹരണം ചോദിച്ചാൽ ഒച്ചിൻ്റെ പുറത്തൊരു തോടുണ്ടല്ലോ, അതാണ് കാൽസ്യം കാർബണേറ്റ് ഒച്ച്. അതുപോലെ നീരാളി, കക്ക, ഇതിനൊക്കെ എന്തുണ്ട്? ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? മൊളസ്ക വിഭാഗത്തിൽ വരുന്നത്. മൊളസ്ക. അപ്പോൾ ഇതൊക്കെ എന്താണ്? മൊളസ്ക വിഭാഗത്തിൽ വരുന്ന അനിമേലിയ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ഫൈലങ്ങളാണ്. ഇനി അടുത്ത് വരുന്നത് ഏതാണ്? എക്കിനോഡർമേറ്റ. എക്കിനോഡർമേറ്റ എന്ന് പറഞ്ഞാൽ മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവികളാണ് എക്കിനോഡർമേറ്റ എന്ന് പറയുന്നത്. ഇതേപോലെ ഇരിക്കും. ഒരു തരം മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവികൾക്ക് പറയുന്ന പേരാണ് എക്കിനോഡർമേറ്റ. അപ്പോൾ ഇതിന് ഉദാഹരണം ഏതൊക്കെയാണ്? കടൽ ചേന, നക്ഷത്ര മത്സ്യം എന്നിവ എക്കിനോഡർമേറ്റ എന്ന ഇത് ഫൈലത്തിൽ വരുന്നതാണ്. ഇനി അടുത്ത് വരുന്നതാണ് കോർഡേറ്റ. അപ്പോൾ കോർഡേറ്റയിൽ വരുന്നതാണ് എന്ത്? ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോർഡ് ഉള്ളവയോ നട്ടലുള്ളവയോ ആയ ജീവികളാണ് ഏതിൽ വരുന്നത്? കോർഡേറ്റയിൽ വരുന്നത്. അപ്പോൾ കോർഡേറ്റ എന്ന് പറഞ്ഞാൽ കോർഡേറ്റയിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒന്നിൽ നട്ടലുള്ള ജീവികളായിരിക്കും, അല്ലെങ്കിൽ ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോർഡ് ഉള്ളവയോ ആണ് ഏതെന്ന് പറയുന്നത്? കോർഡോ എന്ന വിഭാഗത്തിൽ, കോർഡേറ്റ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇനി അതിന് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെയാണ് വരുന്നത്? മനുഷ്യൻ, മത്സ്യം, തവള എന്നിവ ഏതിൽ വരുന്നതാണ്? മനുഷ്യൻ, മത്സ്യം, തവള എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ കോർഡേറ്റ വിഭാഗത്തിൽപ്പെട്ടവയാണ് മനുഷ്യൻ, മത്സ്യം, തവള മുതലായവ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോർഡ് ഉള്ളവയോ അല്ലെങ്കിൽ നട്ടലുള്ളവയോ ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് നോട്ടോകോർഡും നട്ടലും ആണ്. ഫൈലം കോർഡേറ്റയിലെ ജീവികളിൽ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിലോ ജീവിതകാലം മുഴുവനുമായോ നട്ടലിൻ്റെ സ്ഥാനത്ത് ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് നോട്ടോകോർഡ് എന്ന് പറയുന്നത്. അപ്പം നോട്ടോകോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫൈലം കോർഡേറ്റയിലെ ജീവികളിൽ വളർച്ചയിലെ ആദ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കാലം മുഴുവനുമായോ നട്ടലിൻ്റെ സ്ഥാനത്ത് എന്ത് ഉണ്ട്? ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് നോട്ടോകോർഡ്. ഫൈലം കോർഡേറ്റയ്ക്ക് ആ പേര് വരാനുള്ള കാരണം നോട്ടോകോർഡിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഫൈലം കോർഡേറ്റയ്ക്ക് ആ പേര് വരാനുള്ള കാരണം എന്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? നോട്ടോകോർഡിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഫൈലം കോർഡേറ്റയിലെ 3 സബ് ഫൈലങ്ങളാണ് യൂറോകോർഡേറ്റ, സെഫാലോകോർഡേറ്റ, വെർട്ടിബ്രേറ്റ എന്നിവ. അപ്പോൾ നമ്മുടെ ഫൈലം കോർഡേറ്റയ്ക്ക് പ്രധാനമായിട്ടും 3 സബ് ഫൈലങ്ങളുണ്ട്. അപ്പോൾ കോർഡേറ്റയിലെ 3 സബ് ഫൈലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് യൂറോകോർഡേറ്റ, 2 സെഫാലോകോർഡേറ്റ, മൂന്നാമത്തത് വെർട്ടിബ്രേറ്റ എന്നിവയാണ്. ഇവയിൽ വ്യത്യസ്ത തരത്തിലാണ് നോട്ടോകോർഡ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവയിൽ പ്രത്യേകത എന്താണ്? വ്യത്യസ്ത തരത്തിലാണ് ഇവയിൽ നോട്ടോകോർഡ് കാണപ്പെടുന്നത്. സബ് ഫൈലം യൂറോകോർഡേറ്റയിൽ നോട്ടോകോർഡ് ലാർവ അവസ്ഥയിൽ വാൽ ഭാഗത്ത് മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, സബ് ഫൈലം യൂറോകോർഡേറ്റയിൽ നോട്ടോകോർഡ് ലാർവ അവസ്ഥയിൽ വാൽ ഭാഗത്ത് മാത്രമായിട്ടാണ് പരിമിതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സബ് ഫൈലം സെഫാലോകോർഡേറ്റയിൽ ഉൾപ്പെടുന്ന ജീവികളിൽ തല മുതൽ വാൽ വരെ കാണപ്പെടുന്ന നോട്ടോകോർഡ് ജീവിത അവസാനം വരെ നിലനിൽക്കുന്നു. ഇനി സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ എങ്ങനെയാണ്, നോട്ടോകോർഡ് ഭ്രൂണാവസ്ഥയിൽ മാത്രം കാണപ്പെടുകയും വളരുമ്പോൾ ഇത് നട്ടെല്ലായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് ഈ 3 നമ്മുടെ യൂറോകോർഡേറ്റയിലും അതുപോലെ സെഫാലോകോർഡേറ്റയിലും അതുപോലെ വെർട്ടിബ്രേറ്റയിലും ഉള്ള പ്രത്യേകതകളെന്ന് പറയുന്നത് ഇവയാണ്. ഇനി ഓരോന്നിൻ്റെയും പ്രത്യേകത, ഏത് ഫൈലമാണ്, അതിന് ഉദാഹരണം ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവികൾ, മുള്ളുകളോടുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവികൾ ഏത് ഫൈലത്തിലാണ് വരുന്നത്? എക്കിനോഡെർമേറ്റയിലാണ് ഇത് വരുന്നത്. അപ്പോൾ മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവികളാണ് എക്കിനോഡെർമേറ്റ. അതിനുദാഹരണം കടൽച്ചേന, നക്ഷത്ര മത്സ്യം മുതലായവയാണ്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി രണ്ടാമത്തേത് നിമറ്റോഡയാണ്. നിമറ്റോഡ ഏതിലാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പം നിമറ്റോഡ എന്നാൽ നീണ്ടുരുണ്ട ശരീരമുള്ള വിരകളെയാണ് നിമറ്റോഡ എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾക്ക് അറിയാം, ഏതൊക്കെയാണ്? കൊക്കോപ്പുഴു, അതുപോലെ വിര, കൃമി എന്നിവയൊക്കെ നീണ്ടുരുണ്ട വിര, അതുപോലെ കൊക്കോപ്പുഴു, കൃമി ഇതൊക്കെ നിമറ്റോഡയ്ക്ക് ഉദാഹരണമാണ്. ഇനി ശരീരത്തിൽ ആകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികൾ ഏതാണ്? അത് നമ്മൾ പറഞ്ഞായിരുന്നു. സ്പോഞ്ചുകളുടെ വിഭാഗത്തിൽ വരുന്ന ആരാണ്? പോറിഫെറയാണ്. അപ്പോൾ പോറിഫെറയാണ് അതിൽ വരുന്നത്, പോറിഫെറ. ഇനി നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളുകളുള്ള ജലജീവികൾ, അതിൽ വരുന്നതാണ് നിഡൻഡേറിയ അഥവാ സിലൻഡറേറ്റ. നമ്മുടെ ഹൈഡ്ര, ജെല്ലി ഫിഷ് എന്നിവയൊക്കെ ഇതിൽ വരുന്നതാണ്. ഹൈഡ്ര വരുന്നുണ്ട്, അതുപോലെ നിഡേറിയയിൽ വരുന്നതാണ് ഹൈഡ്ര, ജെല്ലി ഫിഷ് മുതലായവ. ഇനി ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികൾ, ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളിൽ ഏതൊക്കെയാണ് വരുന്നത്? അതാണ് അനലിഡ എന്ന് പറയുന്നത്. അനലിഡ, അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? മണ്ണിര, കുളയട്ട എന്നിവയൊക്കെ ഇതിൽ വരുന്നതാണ്. കുളയട്ട, മണ്ണിര ഇതൊക്കെ ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളിലാണ് വരുന്നത്. ഇനി ആർത്രോപോഡയിൽ വരുന്നത് ഏതാ? ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന അസ്ഥികൂടമുള്ള ജീവികളാണ് ഏതെന്ന് പറയുന്നത്? ആർത്രോപോഡ എന്ന് പറയുന്നത്. ചെറുഭാഗങ്ങൾ കൂടുതലുള്ള കൂടിച്ചേർന്ന ജീവികൾ, അതായത് ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികൾ. ഉദാഹരണം നമ്മൾ പറഞ്ഞു, പാറ്റയുണ്ട്, പാറ്റ, അതുപോലെ കൊഞ്ച് മുതലായവ ഇതിനുദാഹരണമാണ്. പാറ്റ, കൊഞ്ച് എന്നിവയൊക്കെ ആർത്രോപോഡ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി പ്ലാനേറിയ, നാടവിര എന്നിവയൊക്കെ ഏതിലാണ് വരുന്നത്? അപ്പോൾ പ്ലാനേറിയ, നാടവിര എന്നിവ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഇതിൽ എന്താണ് പ്രത്യേകത? ചെറുതും മൃദുവായതും പരന്നതുമായ ശരീരഭാഗങ്ങളുള്ള ജീവികളാണിവ. വിരകളാണ് വരുന്നത്. പ്ലാനേറിയ, നാടവിര ഇത് വിരകളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറുതും മൃദുവായതും പരന്ന ശരീരവുമുള്ള വിരകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് പ്ലാറ്റി ഹെൽമിന്തസ് വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി കോർഡേറ്റ നമ്മൾ പറഞ്ഞായിരുന്നു. കോർഡേറ്റ എന്താണ്? അപ്പോൾ ദണ്ഡാകൃതിയിലുള്ളതോ നോട്ടോകോർഡ് ഉള്ളതോ ആയ ജീവികളാണ് ഈ കോർഡേറ്റ വിഭാഗത്തിൽ വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? മനുഷ്യൻ, അതുപോലെ മത്സ്യം, തവള എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മനുഷ്യനുണ്ട്, മത്സ്യമുണ്ട്, തവളയുണ്ട്, ഇതെല്ലാം വരുന്നതാണ് ഇത് കോർഡേറ്റയിൽ. കോർഡേറ്റയിൽ എന്താണ് പ്രത്യേകത? ദണ്ഡാകൃതിയിലുള്ളതോ നോട്ടോകോർഡ് ഉൾപ്പെട്ടിട്ടുള്ളതോ ആയ ശരീരഭാഗങ്ങളുള്ള അല്ലെങ്കിൽ നട്ടലുള്ള ജീവികളാണ് ഏതിലുള്ളത്? നമ്മുടെ കോർഡേറ്റയിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ കിങ്ഡം ഫൈലത്തിൻ്റെ ഫൈലങ്ങൾ എന്ന് പറയുന്നത്.
നോട്ടോകോർഡുള്ള ജീവികളാണ് ഫൈലം കോർഡേറ്റയിൽ ഉൾപ്പെടുന്നത്. ഇവയിൽ നട്ടലുള്ള ജീവികളെ വെർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നോട്ടോകോർഡുള്ള ജീവികളാണ് ഫൈലം കോർഡേറ്റയിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത ഇവയിൽ നട്ടലുള്ള ജീവികളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ് ഫൈലം ഏതാണ്? അത് വെർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തിലാണ് നോട്ടോകോർഡുള്ള ജീവികളിൽ ഫൈലം കോർഡേറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ അതിൽ തന്നെ വെർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തിലാണ് നട്ടലുള്ള ജീവികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നട്ടലുള്ള ജീവികളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ് ഫൈലം ഏത് എന്ന് ചോദിച്ചാൽ വെർട്ടിബ്രേറ്റയാണ്. ഇതിൽ ഉൾപ്പെടുന്ന ജീവികളെ വീണ്ടും തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്ത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ഒരു ഭാഗത്തിൽ ചെയ്യാവുന്നതാണ്. ഇന്ന് ഇത്രയും ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ട് ഇത്രയും നമ്മൾ നിർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്